ഉണക്കല് ഇറക്കാണ്. മാന്തള ചോറുണ്ടാക്കില്ല. ചോറ് പപ്പടം കാച്ചി. പപ്പടം കാച്ചിയ ഒരു നാടൻ സ്റ്റൈലില് ഉള്ളി വരുന്നത് ഉള്ളിയും പുളി. അപ്പൊ ഇതൊക്കെ കൂട്ടി നമുക്ക് ഫുഡ് കഴിച്ചാലോ? ചോറിനാ മതി. ഞങ്ങൾ അടുക്കള നിറച്ച് സാധനം കേട്ടാ. അടുക്കളന്റെ വീതമുണ്ട്. ഇന്നലെ ഉണ്ടാക്കിയ ചിക്കൻ പാർട്സ് വരെ ഉണ്ട്. ഇന്നലെ നന്നാക്കി വെച്ചു, ഇന്നുണ്ടാക്കി. അതൊക്കെ സെറ്റാട്ടാ. ഉള്ളി ഇല്ലാതെ വരുന്നുണ്ട്. കയറി കച്ചറ ഇറക്കിയാണ് വലിച്ചിടെടുത്തിട്ടത്. പിന്നെ ആളതല്ലത് എന്തിനാ വലിച്ചത് കുട്ടിയെ? കുട്ടിയല്ലേ അത് പാപ്പയ്ക്ക്. പപ്പടം ഞങ്ങൾക്ക് ഇതിക്ക് അറിയാം കേട്ടാ. അയറിന് പാർട്സ്. വെണ്ടയ്ക്ക ഉപ്പേരി, പേരിയും തോരൻ എന്നൊക്കെ പറയും. കോഴിമുട്ടല്ല, പിന്നെ ഉണക്ക ചേർത്ത പാത്രമാണത്. അപ്പൊ ഞാൻ അത് കഴുകി വെച്ചിട്ട് ഭക്ഷണം കഴിക്കാൻ തുടങ്ങിയിട്ടാ. ചോറ് കൊണ്ടുവന്ന കുളംപൊടിയാണ് കേട്ടത്. അത് ഉണക്കാട്ടെ നടുതാ കഴിക്കുക. ചോറ് തിന്നാട്ടാ. തരാം. അംഗനവാടിന്ന് ഉച്ചക്ക് കഴിച്ചതല്ല, അപ്പൊ വിശക്കുണ്ട് തോന്നുന്നുണ്ട്. ഇപ്പൊ എന്തായാലും 7:30 ഉണ്ടാവും അല്ലേ? ആളും എല്ലാം കഴിക്കാൻ ഉറങ്ങലൊന്നുമില്ല അംഗനവാടിന്ന്. വിശപ്പുണ്ട്, അതാണ് അങ്ങനെ വേഗം പറയുന്നത്. നല്ല ഉണക്കലാട്ടത്. ടേസ്റ്റ് ഉണ്ട് അല്ലേ? നല്ല മാന്തളം ഉണക്കല്. മീൻ വാങ്ങിയില്ല. മീൻ ഫ്രിഡ്ജിലുണ്ട്, ഉണ്ടാക്കില്ല. ചിക്കൻ പാർട്സ് ഉണ്ടാക്കിയപ്പോൾ മീൻ നന്നാക്കാൻ തന്നില്ല. അപ്പൊ പിന്നെ നാളാക്കാം. അമ്മ പിന്നെ രാത്രി ചോറ്, രാത്രി എല്ലാ കുട്ടിക്ക് ഞാൻ ചോറ് കൊണ്ടുപോയിട്ടില്ല. അതൊക്കെ വിശപ്പ്. അപ്പൊ ഞാൻ കഴിക്കാൻ വിചാരിച്ചു. അതിക്ക് ഏതായാലും കൊടുക്കണമെങ്കിൽ കൂടെ കഴിക്കാൻ വിചാരിച്ചു. ഇതുണ്ടാ പുളി, ഉള്ളി, വെളിച്ചെണ്ണ, എന്താണ് മുളകും പൊടി, മുളക എന്തൊക്കെയാണ്? ഉപ്പും പുളിയും വെളിച്ചെണ്ണയും മുളകും പൊടിയും മാത്രമേ ഉള്ളൂ. അത് മൂന്നല്ലേ? രസാട്ടാ. ഒരു കറി ഇല്ലെങ്കിലും തിന്നാൻ നല്ല രസം. പേടിപ്പിക്കുന്നുട്ടി. ഓന് ഭക്ഷണം കഴിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ പ്രത്യേക തരം സൗണ്ട് ഉണ്ടാക്കല്. അതൊക്കെ ഒരു ഭയങ്കര ഇതാട്ടാ. കപ്പ് ചെറുതാണ്. അതിലെടുത്താ പിന്നെ എല്ലാവർക്കും ഒരേമാതിരി കുടിക്കാം. ചെറിയ പിടിക്കലുണ്ട്. കഴിച്ചിട്ട് പാന്തല്ലേ? ആദ്യം കൊണ്ടെപ്പോഴാ ഞാൻ കല്ലറത്ത് വരുമ്പോൾ എന്റെ കൂടെ വന്നാത്തോണ്ട്. അപ്പൊ ഞാൻ എന്താ വെച്ചാൽ 3 മണിയൊക്കെ ആവുന്ന നേരത്തെ അംഗനവാടി പോയി വിളിച്ചു. വണ്ടി വെച്ചാൽ ലോഡിൽ നിർത്തി. ഓട്ടോയിൽ പോയിട്ട് വിളിച്ചു കൊണ്ടുവന്നു. അങ്ങനെ ലോഡ് വെക്കാൻ വെച്ചിട്ട് ഉണ്ടായിരുന്നു. അങ്ങനെ ഞാനൊരു ഫ്രൂട്ടും ഒരു ബിസ്ക്കറ്റും വാങ്ങി കൊടുത്തിട്ട് അങ്ങനെ കഴിച്ചു. വയറ് നിറച്ച് കഴിച്ച്. ബിസ്ക്കറ്റ് കഴിച്ചിട്ടൊന്നുമില്ല, കുറച്ച് കഴിച്ചിട്ടുള്ളൂ. പിന്നെന്താ വെച്ചാൽ കല്ലിറക്കി വിട്ടുന്നു ചായ വേണമെന്നാണ് വാശി പിടിച്ച്. അപ്പൊ ആ വീട്ടിൽ എന്ത് ചെയ്തു, ചായ കൊണ്ടു കൊടുത്തു, കടിയൊക്കെ കൊണ്ടു കൊടുത്ത്. അങ്ങനെ അത് കഴിച്ചിട്ടാണ്. അപ്പൊ ഓന്റെ വിഷമം അതാണ് ഇപ്പൊ വല്ല മടി കാട്ടുന്നത്. ഫ്രൂട്ടും കുടിച്ചു, 2 ഗ്ലാസ് ചായയും കുടിച്ചു. പിന്നെ അവിടെ മിച്ചർ ഉണ്ടായിരുന്നു, ഒരു നിങ്ങളെ ടൈപ്പ്. അതും കുറച്ച് കഴിച്ചു കേട്ടോ. അതൊന്നും ഒരു മടി കഴിക്കാൻ. ഇന്നലെ അതേമാതിരി അനിയന്റെ ഒപ്പം പോയിട്ട് ഇതേമാതിരി ചായ കുടിക്കാൻ വേണ്ടി കട കയറിയപ്പോഴേ മുട്ടപ്പറ്റി കൊടുത്തു. മഞ്ഞും അതിന്റെ തോടുണ്ടല്ലോ, പൊരിച്ച തോട്, അതും എടുത്തുകൊണ്ട് ഓന്റെ കയ്യിൽ തന്നെ കൊണ്ടു കൊടുത്തു. അതിന്റെ ഉള്ളത്തെ വെള്ളം മാത്രം എടുത്തുകൊണ്ട് വന്നു. അങ്ങനെ 3 എണ്ണത്തിന് ആ കടയിൽ നിന്ന് തന്നെ. അല്ല ഇന്റേതാണ്. അതൊക്കെ പേര് അതിനും കൊണ്ടിട്ടാ. എല്ലാവർക്കും കല്ല് കൊളുത്തിട്ട് നല്ല മുടിയായിട്ട് ഭയങ്കര എരിവ. കഴിയുമ്പോൾ നമ്മളിങ്ങനെ കാണാം. ഭക്ഷണം കഴിക്കുമ്പോ തന്നെ കറക്റ്റ് ആയിട്ട് അറിയാം ഇതിന്റെ എരിവ് എവിടൊക്കെ തട്ടീനെന്നുള്ളത്. അതുവരെ വല്ലാതെ അറിയില്ല. ഭക്ഷണം കഴിക്കുമ്പോൾ മാത്രമേ കാര്യമായിട്ട് അറിയുള്ളൂ. അപ്പൊ ഞങ്ങൾ പരിപാടികളൊക്കെ കഴിഞ്ഞ് ഇനി വെള്ളം കുടിക്കാം.
എന്താ എന്തൊക്കെയാ എടുത്തത് കയറിന് എന്ന് പറഞ്ഞുണ്ട്. ആദ്യമോന്റെ കപ്പാട്ട് അതിലെ കുടിക്കും. തിന്നോ തിന്നിനെ കാട്ടിട്ടാ. അപ്പൊ ആദ്യമോൻ മാങ്ങ ചെത്തി കൊടുക്കുന്ന രീതി വരട്ടാ. ഞാൻ ഇന്നത്തെ വീഡിയോ പറഞ്ഞിട്ട് ആദ്യമോൻ ഞാൻ സ്പെഷ്യൽ ആയിട്ടാണ് മാങ്ങ ചെത്തി കൊടുക്കട്ടാ. പക്ഷെ മാങ്ങ കുഴച്ചൊന്നും ഇല്ല. വേറെ സൈഡ് വെച്ചിട്ടെ മാങ്ങ 2 ദിവസമായിട്ട് വെച്ചിട്ട് ഫ്രിഡ്ജില്. അപ്പൊ പരാജയമായി തോന്നുന്നുണ്ട്. 2 ദിവസം കിടന്ന് ഇരിക്കുന്നുണ്ട്. ഇതാണ് ഇങ്ങനെയാണ് ഞാൻ ആദ്യമായി ചെത്തി കൊടുക്കട്ടെ. നമ്മൾ ഓഗസ്റ്റ് 18 തന്നാട്ടാ. ഇങ്ങനെയാണ് ആദ്യം ചക്കര മുട്ടായ അതെന്താ ശരി എന്താ അതാരായില്ലേ പപ്പ മമ്മി തിരിച്ചാ നോക്കട്ടെ. ആ പപ്പ മമ്മി മാത്രല്ലല്ലോ അതിന്റെ നടുക്ക് വേറെ ഒരാളെ കൂടി ഉണ്ടല്ലോ. അതാരാ നടുക്കുള്ളതാ? നടുക്കുള്ളത് മമ്മി പപ്പേനുള്ളൂ. നടുക്കല് വേറെ നടുക്കൊരു ഒരാളില്ലേ ഒരു പൊട്ടന്? അതാരാ? കേക്കല്ല കേക്കിന് ഞങ്ങളെ രണ്ടാളി നടുക്കൊരു പൊട്ടണ്ടല്ലോ. അതാരാ? മമ്മല്ല അതിന്റെ ആദ്യമോൻ തന്നെ ഒരു കുട്ടി ഉണ്ട് അതിന്റെ ഇടയ്ക്ക്. ആദ്യമോനെവിടെ? ആദ്യമോനെവിടെ അതിൽ കാണിച്ച? ആ അത് ആദ്യമോനല്ലേ. നല്ല കുട്ടിയല്ലേ, പാവാണല്ലേ ആദ്യമോന്. ആ വേറെ എവിടെ ഇല്ലെങ്കിൽ അപ്പൊ കണ്ണാടി കാക്കല്ലേ. എവിടെ എടുത്തിച്ച് അവിടെ തന്നെ കൊണ്ടാക്കി. ഈ നാളെ കാണണ്ടേ, നാളെ നോക്കണ്ടേ, കൊണ്ടാക്കി. ഇനിയിപ്പോൾ അതുകൊണ്ടൊരു കളിയാട്ടോ ഞാൻ അവർ നിൽക്കുക ഉണക്കുക ഓനും കൂടി നടക്കണ്ടായോണ്ട് കേട്ടോ അത്ര ആത്മാർത്ഥതയിൽ നോക്കേണ്ടത്. എനിക്ക് വലിയ ഇഷ്ടമായിരിക്കും ആ സൈക്കിൾ. ഒരു എൻ്റർടൈൻമെൻറ്റ് ആയിട്ട് ആക്കി നല്ല സൂപ്പറായിട്ട് സൈക്കിൾ ചവിട്ടാനും ഭയങ്കര ആവേശം. ഇപ്പോൾ ക്ലാസ് വന്ന് അംഗനവാടി വിട്ട് കഴിഞ്ഞ് വന്നാൽ കുറച്ച് നേരം സൈക്കിളൊക്കെ ചവിട്ടി ഭയങ്കര ആത്മാർത്ഥതയായിട്ട് സൈക്കിൾ ചവിട്ടിയപ്പോൾ അന്നൊക്കെ നല്ല സൈക്കിൾ ഓട്ടാൻ ഭയങ്കര മടിയായിരുന്നു കുട്ടിക്ക്. ഇപ്പോൾ ഭയങ്കര ഇഷ്ടമാണ്, ഭയങ്കര ഇഷ്ടം തന്നെ ഭയങ്കര ഇഷ്ടമായി കേട്ടോ. കാരണം ഓൻ്റെ കാര്യങ്ങളൊക്കെ ഓനത് ഉപയോഗിക്കാനാവുമ്പോഴല്ലേ ഓനെ ഇഷ്ടം തോന്നുള്ളൂ. അപ്പോൾ അങ്ങനെ മേലോണ്ടൊരു ജീപ്പ് കിടക്കുന്നുണ്ട്. ഓന ഫസ്റ്റ് ബർത്ത്ഡേക്ക് ഓൻ്റെ അമ്മച്ചൻ വാങ്ങിയ ജീപ്പ്. ഇപ്പോൾ പരുന്തിന് ചുരുങ്ങിയത് നിലവിലൊരു 20 വർഷം അല്ലെങ്കിൽ ഒരു 25 വർഷങ്ങളും ബാക്കുണ്ടാവും. കാരണം എൻ്റെ അച്ഛ ആദ്യം ഗൾഫിൽ പോയതിൻ്റെ സമയത്ത് 27 കൊല്ലം ഗൾഫിൽ നിന്നാളല്ലേ, UAE നിന്നാളല്ലേ. അപ്പോൾ അച്ഛ കൊണ്ടുതന്നാണ് ഞങ്ങൾക്ക്. നിലവിലൊരു 20 വർഷത്തിന് മേലെ ഈ പരുന്തിന് പയക്കുണ്ടാവും. എനിക്കിപ്പോൾ 30 വയസ്സ് കഴിഞ്ഞ് 31, 32 വയസ്സ് എനിക്കാനായില്ലേ. അപ്പോൾ അത്രയും 10-20 വർഷത്തിൻ്റെ മേലെ ഈ പരുന്തിന് ആയുസുണ്ട്. അതേമാതിരി ഒരു 8 കാലം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇവിടെ ഒക്കെ ഉണ്ട് കേട്ടോ, ഒന്നും കേട് വരുത്തിയിട്ടൊന്നുമില്ല, ഒക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. പിന്നെ ഇവൻ വന്നതിന് ശേഷം കുറച്ച് സാധനങ്ങൾ കേടുവരുത്തി എന്നല്ലാതൊന്നും ഇല്ല കേട്ടോ. പിന്നെ വാങ്ങി കൊടുത്തതൊക്കെ കുറേ അതും കേടുവരുത്തി കേട്ടോ. ഇതുണ്ട് ഒരുപാട് സാധനം കേടുവരുത്തി. ഇതുപോലെ ഫസ്റ്റ് ബർത്ത്ഡേക്ക് വാങ്ങിയ ട്രക്കായിട്ട് ജമ്പ് ചെയ്യണ ഒരു പ്രത്യേകതരം കാറാണ്, നല്ല രസമുള്ളതാണ്. അത് അവളെ മാമൻ്റെ മോൻ വാങ്ങിക്കൊടുത്താട്ടാ. ഷിതിൽ എന്ന് പറഞ്ഞ ആൾ വാങ്ങിക്കൊടുത്താണ്. ഇത് പിന്നെ നാപ്റ്റോളിൽ നിന്ന് ഞാൻ വാങ്ങിയാട്ടാ. ഇതിപ്പോൾ ഇതിൻ്റെ അലൈൻമെൻറ്റും ബാലൻസിങ് ഒക്കെ പോയിട്ട് ആകെപ്പൂത്തിരി എത്തിച്ചിക്കണവന്. പിന്നെ ഇത് ജീപ്പ് ഇട്ടാ, ഇത് കഴിഞ്ഞ പിറന്നാളിന് കിട്ടിയാട്ടെ. 3-ാം പിറന്നാളിന് അന്ന് വാങ്ങിക്കൊടുത്തണം, അതും ഏതാണ്ട് കഴിഞ്ഞായിട്ടാ. പിന്നെ 1-ാം പിറന്നാളിന് കിട്ടിയ ഊഞ്ഞാൽ എപ്പോഴും ഉണ്ട് ഇവിടെ കിടക്കണിട്ടാ. വാർപ്പിൻ്റെ മുകളിൽ ഞങ്ങളെ സീലിങ്ങോടാണ് പഴയ കാലത്ത്. ഇതൊന്നും ഉണ്ടാവില്ല എവിടെ ഇട്ടാ. അതിൻ്റെ അതിമ കെട്ടിയിട്ട് ഇപ്പോൾ ഇവിടെ തൂക്കിയിട്ടാ. അതിമേലൊന്നും ഒരു യൂസിങ്ങും ഇല്ല കേട്ടാ. ഈ ഓട് നിങ്ങൾ എവിടെയെങ്കിലൊക്കെ കണ്ടിക്കണം, സീലിംഗ് ഓട്. നമ്മളെ വീട്ടിൽ എല്ലാ റൂമിലും ഈ ഓട് തന്നെ കേട്ടോ. പഴയ കാലത്ത് വീടുകളിലൊക്കെ എങ്ങനെയാണ് 10-20 വർഷം മുന്നുള്ള വീടുകളിലൊക്കെ മേലെ സീലിംഗ് ഓടൊക്കെ ഭയങ്കര സെറ്റപ്പ് ആവും. ആ ഓട് ഒരു ടൈപ്പ് ഡിസൈൻ ആട്ടാ. ഈ ഓട് വേറൊരു ടൈപ്പ് ഡിസൈൻ ആട്ടാ. ഇത് നമ്മുടെ സിറ്റ് ഔട്ടിൽ വരുന്ന ഓടാട്ടത്. നമ്മളെ സിറ്റ് ഔട്ടിൻ്റെ നമ്മളെ ഫ്രണ്ടേജാണ് വീടിൻ്റെ ഫ്രണ്ടേജിൽ ടോപ്പിൽ വരുന്ന ഓടാട്ടത്. ഇത് വേറൊരു രൂപാട്ടാ. ഇത് അനിയൻ്റെ റൂമാട്ടോ. അത് അനിയൻ്റെ റൂമിൽ വരുന്നൊരു വേറൊരു ടൈപ്പ് ഓടാട്ടത്. ഇത് ഒരു പ്രത്യേകത ഓടാട്ടത്. ഇപ്പോൾ 2 ടൈപ്പ് ഓട് കണ്ട്. നിലവിൽ ഇനി ഡൈനിങ് ഹാളത്തോടും കൂടി കാണിച്ചു കേട്ടോ. ഡൈനിങ് ഹാളത്തോട് വേറൊരു രൂപാട്ടാ. ഒരു പ്രത്യേക തരം ഡിസൈൻ ആട്ടാ ഡൈനിങ് ഹാളത്ത്. പിന്നെ ഞങ്ങളെ റൂമിലും അനിയൻ്റെ റൂമിലൊക്കെ ഏതാണ്ട് ഒരേ ഡിസൈൻ തന്നെ ഇട്ട് വരുന്നത്. സെയിം ഡിസൈനിലാണ് വരുന്നത് കേട്ടോ നമ്മളെ റൂമിലും അനിയൻ്റെ റൂമിലും. പിന്നെ നമ്മളെ റൂമിലുള്ളൊരു ഗ്രാഫിക്സ് അതൊരു വേറെ ടൈപ്പ് തന്നെ കേട്ടോ. അത് കല്യാണം അടുപ്പിച്ച് 4 കൊല്ലം മുന്നേ ഞാൻ വരപ്പിച്ചാണ്. ഇത് നമ്മളെ കരിങ്ങിപ്പാടുള്ള ഒരു കൂട്ടുകാരുണ്ട്, വിഭീഷ് എന്ന ഒരു ആർട്ടിസ്റ്റാണ്, പിന്നെ ഒരു ഗായകനാണ്. എല്ലാം കൂടി ചെയ്യുന്ന ഒരാൾ വരച്ചാട്ടാ. ആർക്കെങ്കിലും ആവശ്യക്കാരുണ്ടെങ്കിൽ അറിയിക്കാൻ ഞാൻ നമ്പർ തരുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ ഈ ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെല്ലൈക്കനും കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കുക. അപ്പോൾ ഞങ്ങൾ തുടർന്നുള്ള വീഡിയോ എല്ലാവർക്കും കിട്ടുന്നതാണ്. ഓക്കെ, ബൈ.